ഇനി യൂണിറ്റ് 3 അല്ലെ, മൂന്നാമത്തെ യൂണിറ്റ് എന്താണ്? ഇയർലി സ്കൂൾസ് ഓഫ് സൈക്കോളജി ആണ്. നമ്മുടെ സ്കൂൾ ഓഫ് തോട്ടുകളാണ്. സ്കൂൾസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് തോട്ടുകളാണ്. സൈക്കോളജിയിൽ വന്നിട്ടുള്ള കുറേ തോട്ടുകളാണ് കേട്ടോ സ്കൂൾ ഓഫ് തോട്ട് അല്ലെങ്കിൽ സ്കൂൾസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളല്ല, ഇതെന്താണ്? സ്കൂൾ ഓഫ് തോട്ടുകളാണ്. ഓരോ ചിന്താഗതി അല്ലെങ്കിൽ ഒരു കൂട്ടം ചിന്തകളെ നമുക്ക് എന്ത് പറയാം? സ്കൂൾസ് ആയിട്ട് പറയാം. ഓക്കെ, ഇനി എന്താണ് ഇതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഡിസ്ക്രൈബ് ദ ബേസിക് ടെനറ്റ്സ് ആൻഡ് മെത്തഡോളജിക്കൽ അപ്രോച്ചസ് ഓഫ് ദ 4 സ്കൂൾസ് ഓഫ് സൈക്കോളജി. അതായത് ഇതിൽ നമുക്ക് പ്രധാനമായിട്ട് 4 സ്കൂൾസ് ആണ് പഠിക്കാനുള്ളത്. അതായത് ഇയർലി വന്നിട്ടുള്ള ആദ്യ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സൈക്കോളജിയിൽ വന്നിട്ടുള്ള തോട്ടുകളാണ്. സൈക്കോളജി എന്ന് പറയുന്നത് ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള തോട്ടുകൾ. അതാണ് നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്, അങ്ങനെയുള്ള ചിന്തകളല്ല, സൈക്കോളജിയെ കുറിച്ചുള്ള കുറച്ച് ചിന്തകളാണ് പറയുന്നത്. കുറേ ഫിലോസഫിസ്റ്റുകൾ, അതായത് തത്വചിന്തകന്മാര് പറഞ്ഞിട്ടുള്ള തോട്ടുകൾ കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തത് സ്ട്രക്ചറലിസം ആണ്. സ്ട്രക്ചറലിസം. രണ്ടാമത്തെ എന്താണ്? ഫങ്ഷണലിസം ആണ്. അതുപോലെ തന്നെ ഗസ്റ്റാൾട്ട് സൈക്കോളജി. പിന്നെ എന്താണ്? ഹ്യൂമനിസം അല്ലെ, ഹ്യൂമനിസം ആൻഡ് എക്സിസ്റ്റൻഷ്യലിസം എന്ന് പറയുന്ന സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. അപ്പൊ എന്താണ് സ്ട്രക്ചറലിസം എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ സ്ട്രക്ചറലിസം നമുക്കറിയാം എന്താണ്? നമ്മുടെ മൈൻഡിനെ, ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ദ മൈൻഡ് ആണ് അല്ലെ, സ്ട്രക്ചർ ഓഫ് ദ മൈൻഡ്, ബ്രേക്കിംഗ് ഡൗൺ മെന്റൽ പ്രോസസ് ഇൻ ടു ദെയർ മോസ്റ്റ് ബേസിക് എലമെന്റ്സ്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഇവര് എന്താണ് ഒരു ആദ്യ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ ആ ഒരു എക്സോസിസം എന്നൊക്കെ മാറി നമ്മളിങ്ങനെ വന്ന സമയത്ത് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്ന ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പൊ അങ്ങനെ നമ്മുടെ സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തുകയാണ്. അപ്പോൾ സ്ട്രക്ചറലിസം എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട്, അതായത് പല പല കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ ബിഹേവിയറിനെ നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ദ മൈൻഡ് ബൈ ബ്രേക്കിംഗ് ഡൗൺ മെന്റൽ പ്രോസസ്സസ് ഇൻ ടു ദെയർ മോസ്റ്റ് ബേസിക് എലമെന്റ്സ്. അതായത് അതിന്റെ സ്ട്രക്ചർ, നമ്മുടെ മൈൻഡിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരാളുടെ ബിഹേവിയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് സ്ട്രക്ചറലിസം എന്ന് പറയുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടായിരുന്നത്. ദെൻ ഫങ്ഷണലിസം എന്തായിരിക്കും? അപ്പോൾ ഫങ്ഷണലിസം ഷിഫ്റ്റഡ് ദ ഫോക്കസ് ഫ്രം ദ സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നസ് ടു ഇറ്റ്സ് ഫങ്ഷൻസ്. അതായത് നമ്മൾ ഇതിനെ സ്ട്രക്ചർ ആക്കി, പക്ഷേ ഈ സ്ട്രക്ചറിനെ കുറിച്ചല്ല പഠിക്കേണ്ടത്, ഇത് ഓരോന്നും ചെയ്യുന്ന ഫങ്ഷനിങ്ങിനെ കുറിച്ചാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അതായത് മെന്റൽ പ്രോസസ്സ് എന്ന് പറയുന്ന ഒരു സാധനമാണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ, അതിൽ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇതൊക്കെ എന്ത് ധർമ്മമാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് പഠിച്ചാൽ മാത്രമേ നമുക്ക് എങ്ങനെയാണ് ഈ ബിഹേവിയർ ഒക്കെ ഉണ്ടാവുന്നത് എന്നുള്ളത് പഠിക്കാൻ പറ്റും. അതാണ് ഫങ്ഷണലിസത്തിൽ വരുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രക്ചറലിസം ആൻഡ് ഫങ്ഷണലിസം. ഇനി ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുമ്പോൾ എന്താണ്? ഓൾ ഈസ് ഗ്രേറ്റർ ദാൻ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അതായത് എല്ലാം ഒന്നിന്റെ പാർട്ടാണ്, അല്ലെങ്കിൽ എല്ലാം ഒന്നുമായി, എല്ലാം എന്താണ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഗസ്റ്റാൾട്ട് സൈക്കോളജി emphasized the holistic nature of experience, arguing that the whole is different from the sum of its part. അതായത് എല്ലാം ഡിഫറെന്റ് ആണ്, പക്ഷെ എല്ലാം എന്താണ്? ഒരു സംഭവത്തിന്റെ പാർട്ടാണെന്നുള്ളത്. ഇപ്പൊ നമ്മള് പല സംഭവങ്ങളും കാണുന്നുണ്ട് അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു പെർസെപ്ഷൻ ആണ് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസിൽ, ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ പെർസെപ്ഷൻ ആണ്. ഇപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളൊരു സംഭവത്തെ കണ്ട് മനസ്സിലാക്കുക അല്ലെ. സെൻസേഷൻ ആൻഡ് പെർസെപ്ഷൻ. സെൻസേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സെൻസ് ഓർഗൻസിലൂടെ നമ്മളെ സ്റ്റിമുലസിനെ റിസീവ് ചെയ്തിട്ട് ആ ഒരു സംഭവത്തെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് സെൻസേഷൻ. പക്ഷെ ഈ റിസീവ് ചെയ്ത സ്റ്റിമുലസിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നത് എന്താണ്? അതിന് നമ്മൾ എന്താ പറയാ? പെർസെപ്ഷൻ എന്നാണ് പറയാ. അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജിയിൽ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ പെർസെപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ പെർസെപ്ഷൻ എന്ന് പറയുന്ന കാര്യത്തിനാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താ വെച്ചാൽ ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് അല്ലെ. ഇപ്പൊ നമ്മളൊരു സംഭവത്ത് കുറെ സാധനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഒരുപാട് ജീവികളെ കാണുന്നുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ചുറ്റും ഒരു ടൗണിലൂടെ നമ്മൾ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറെ വാഹനങ്ങൾ കാണുന്നുണ്ട്, കുറെ കടകളുണ്ട്, കുറെ മനുഷ്യന്മാർ വരുന്നുണ്ട്, കുറെ കസേരകളുണ്ട്, മേശകളുണ്ട്, എല്ലാം ഉണ്ട് അല്ലെ. പക്ഷെ നമ്മൾ ഇതിനെ ആസ് എ വോൾ ആയിട്ടാണ് നമ്മൾ പെർസീവ് ചെയ്യുക. എന്താ ഈ ആസ് എ വോൾ എന്നുള്ളതായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലെ. ഇപ്പൊ കുറെ നേരമായി മിസ് പറയുന്നത് ആസ് എ വോൾ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. അതായത് ഇപ്പൊ നമ്മളൊരു കൂൾ ബാറിൽ കയറി എന്ന് വിചാരിക്കുക, നമ്മളൊരു ജ്യൂസ് ഓർഡർ ചെയ്തു. എന്ത് ജ്യൂസാ വേണ്ടത്? ഗ്രേപ്പ് ജ്യൂസ് ആയിക്കോട്ടെ. ഗ്രേപ്പ് ജ്യൂസ് ഓർഡർ ചെയ്തു. അപ്പൊ ഈ ഗ്രേപ്പ് ജ്യൂസ് ഇങ്ങനെ വരികയാണ്.
അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെയാ പെർസീവ് ചെയ്യുക? ഈ ഗ്രേപ്പ് ജ്യൂസ് ഒരു ഗ്ലാസ്സിനകത്ത് വരികയാണ്. അപ്പൊ നമ്മളത് ഗ്രേപ്പ് ജ്യൂസ് എന്നുള്ളതല്ലേ പെർസീവ് ചെയ്യുള്ളൂ. നമ്മൾ ആദ്യം തന്നെ അതൊരു ഗ്ലാസ് ആണ്, ഈ ഗ്ലാസ്സിൽ ഗ്രേപ്പ് ജ്യൂസ് ഉണ്ട്, ഗ്രേപ്പ് ജ്യൂസിൽ ഒരു സ്ട്രോ ഇട്ടിട്ടുണ്ട്, അങ്ങനെയാണോ നമ്മൾ പെർസീവ് ചെയ്യുക? ഇപ്പൊ അവിടെ കുറെ ചെയറും മേശയൊക്കെ ഉണ്ട്. ആ ഒരു ചെയറിന്റെ 4 കാലുണ്ട് അല്ലെ, ആ ചെയറിന്റെ കളർ കറുപ്പാണ്, അതിന് ഇങ്ങനെ ഇരിക്കാൻ പറ്റും, ഇരിക്കാനുള്ള പിടിയൊക്കെ ഉണ്ട്, അതിന് പ്രത്യേകം ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുമെങ്കിലും നമ്മൾ ഒറ്റ നോട്ടത്തിൽ അതൊരു ചെയറാണ്, അത് ഗ്രേപ്പ് ജ്യൂസ് ആണ്, അതൊരു മനുഷ്യനാണ്, അതൊരു ആനയാണ്, അതൊരു കടുവയാണ് എന്നുള്ളതല്ലേ നമ്മൾ പെർസീവ് ചെയ്യണത്. അതാണ് ഗസ്റ്റാൾട്ട് സൈക്കോളജി. അതായത് ഓൾ ഈസ് ഡിഫറെന്റ് ഫ്രം ദ സം ഓഫ് ഇറ്റ്സ് പാർട്ട്. അതായത് എല്ലാം ഡിഫറെന്റ് ആണ്, പക്ഷെ എന്താണ്, എല്ലാം ഒന്നിന്റെ പാർട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഗസ്റ്റാൾട്ട് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സൈക്കോളജി ഇപ്പൊ ഈ ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്തിനാ ഇപ്പൊ ഇവിടെ നമ്മുടെ ഒരു സ്കൂൾ ഓഫ് തോട്ട് ആയിട്ട് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ എലമെന്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഓക്കെ, അതായത് ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടിയൊരു സംഭവം എന്നല്ല. അതെന്താണ്, പല പല ഫാക്ടേഴ്സുകൾ കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ്. അതായത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, ബിഹേവിയറൽ ഫാക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്. ഇതെല്ലാം തന്നെ കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ് എന്ത്, നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത്. അത് ഒരിക്കലും ഒരു സിംഗിൾ എലമെന്റ് അല്ല, അതൊരു ആസ് എ വോൾ ആയിട്ടാണ് നമ്മൾ അതിനെയും പെർസീവ് ചെയ്യുക. നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു വോൾ എലമെന്റ് ആണ്, അതായത് ഒരുപാട് സാധനങ്ങൾ കൂടി ചേർന്നിട്ടുള്ള ഒന്നാണ്. ഓക്കെ, ഇപ്പൊ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നമ്മുടെ ബിഹേവിയറിനെ മനസ്സിലാക്കാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിഹേവിയറിനെ മനസ്സിലാക്കാൻ പറ്റില്ല. കൾച്ചറൽ ആയിട്ടും സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബിഹേവിയറിനെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇതിന്റെ മൂന്നിന്റെ ഒരു കോമ്പിനേഷൻ ആണ് നമ്മുടെ ബിഹേവിയർ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ മൂന്നിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വീക്ഷണം നമുക്ക് വേണം. ആസ് എ സൈക്കോളജിസ്റ്റ് നമുക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിവുള്ള ആളുകളായിരിക്കണം. അതായത് മാനസികമായിട്ടുള്ള കാര്യങ്ങളും ഈ മാനസികമായിട്ടുള്ള കാര്യങ്ങൾക്ക് കാരണമാകുന്ന സാമൂഹികപരമായിട്ടുള്ള കാര്യങ്ങളും അതിന് കാരണമാകുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും സാംസ്കാരികപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ധാരണയുള്ള ആളുകളായിരിക്കണം ആര്, ആസ് എ സൈക്കോളജിസ്റ്റ്, ഒരു സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, കാരണം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് നന്നായിട്ട് ചിന്തിക്കാൻ അറിയണം അല്ലെ. നമ്മൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ അവരുടെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ചിന്തിച്ചു പോകണം. അതായത് അവരേത് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, അവരുടെ ഒരു ഫാമിലി എങ്ങനെയാണ്, അവർക്ക് ചുറ്റുമുള്ള ആളുകളുടെ ബിഹേവിയർ എങ്ങനെയാണ്, ഈ ബിഹേവിയർ എന്തൊക്കെ കോൺസിക്വൻസസ് അയാളുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും അല്ലെ. അതുപോലെ തന്നെ അവർ ഏത് സംസ്കാരത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, അവരുടെ ബയോളജിക്കലായിട്ട് എന്തെങ്കിലും അസുഖങ്ങളുള്ള ആളാണോ, അല്ലെങ്കിൽ ഷുഗർ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, കൊളസ്ട്രോൾ ഉണ്ടോ, അല്ലെങ്കിൽ കൈയും കാലിനൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ശാരീരികമായിട്ട് ഡിസബിലിറ്റി ഉള്ള ആളുകളാണോ. ഇതൊക്കെ ഞാൻ ഓപ്പൺ ആയിട്ട് പറയുന്നത് എന്താ വെച്ചാൽ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് എന്ത് വേണം, ആ ഒരു സമയത്ത് നമുക്ക് ഫോക്കസ് വേണം എന്നുള്ളതാണ്. അതായത് നമ്മളിങ്ങനെ അവരുടെ പ്രശ്നം മാത്രം കേട്ടുകൊണ്ട് ഒരിക്കലും അവരെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവരെ നമ്മൾ അനലൈസ് ചെയ്യാൻ പാടില്ല. അവർ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഈ ഭാഗങ്ങളിലേക്കെല്ലാം നമ്മുടെ ചിന്ത സ്പ്രെഡ് ചെയ്ത് പോകണം. അതായത് സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പോൾ അവരുടെ ഫാമിലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ അച്ഛൻ അമ്മ, അച്ഛൻ ഇത്ര പൊക്കം ഉണ്ടാവും, അമ്മയ്ക്ക് അമ്മ നല്ല കുറച്ചേ സംസാരിക്കുള്ളൂ, കുറച്ച് തടിച്ചിട്ടാണ്, അങ്ങനെയുള്ള കാര്യങ്ങളല്ല നമ്മൾ ഒരിക്കലും നോക്കേണ്ടത്. അവരുടെ ബിഹേവിയർ എങ്ങനെയാണ്, ആ ബിഹേവിയർ എങ്ങനെയാണ് ഇയാളുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ് എവിടെയോ എത്തി. അപ്പൊ ഗസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, ഒരു സിംഗിൾ എലമെന്റ് അല്ല, അതിൽ ഒരുപാട് ഫാക്ടേഴ്സ് കൂടി ചേർന്നതാണ്. ഇത് ഒരു വോൾ പേഴ്സ്പെക്റ്റീവ് ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോറി, ഞാൻ ഇതിൽ ഹ്യൂമനിസ്റ്റ് ആണ് പറഞ്ഞത് അല്ലേ. ഇതിൽ ലാസ്റ്റ് വരുന്നത് സൈക്കോ അനലൈസിസ് ആണ് കേട്ടോ, അത് മാറിപ്പോയതാണ്. അടുത്ത ചാപ്റ്ററിലാണ് ഹ്യൂമനിസം വരുന്നത്. സൈക്കോ അനലൈസിസ് ആണ് ഇനി അടുത്ത വരുന്ന സ്കൂൾ ഓഫ് തോട്ട് എന്ന് പറയുന്നത്. ആരാണ് ഇതിന്റെ കൊണ്ടുവന്നത്, ആരാണ് ഉറക്കെ പറഞ്ഞേ? സിഗ്മണ്ട് ഫ്രൂയിഡ് അല്ലെ. സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് കൊണ്ടുവന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. നമുക്ക് എപ്പോഴും സൈക്കോളജി എന്ന് പറയുമ്പോൾ വില്യം വൂഡിനേക്കാൾ ഓർമ്മ വരുന്നത് ആരാണ്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറയുന്നത് വില്യം വൂണ്ടാണ്. ഒരിക്കലും സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് എഴുതി വെക്കരുത്. എല്ലാവരും പെട്ടെന്ന് ഹു ഈസ് ദ ഫാദർ ഓഫ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്മണ്ട് ഫ്രൂയിഡ് എന്ന് പെട്ടെന്ന് ആൻസർ പറയും. പക്ഷെ അതല്ല, നമ്മള് അതിനോട് അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ വില്യം വൂണ്ടാണ്. ഓക്കെ, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി കൂടിയാണ് ആര്? വില്യം വൂണ്ട് എന്ന് പറയുന്നത്. ജർമ്മനി ലെയ്പ്സിഗില് ആദ്യമായിട്ട് ലബോറട്ടറി സ്ഥാപിച്ച വ്യക്തിയാണ് നമ്മുടെ വില്യം വൂണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി എന്ന് പറയുന്നത്.
അതോടൊപ്പം തന്നെ നമ്മുടെ ഫാദർ ഓഫ് സൈക്കോളജി കൂടി ആരാണ്? വില്യം വൂണ്ടാണ്. അത് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് എന്തുകൊണ്ടത് കൊണ്ടുവന്നത്? സൈക്കോ അനലൈസിസ്. ഇപ്പൊ ഫാദർ ഓഫ് സൈക്കോ അനലൈസിസ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംശയമില്ലാതെ പറയണോ ആര്? സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ് എന്നുള്ളത്. അപ്പൊ എന്താ സൈക്കോ അനലൈസിസ് എന്ന് പറയുമ്പോൾ? സൈക്കോ അനലൈസിസ് എന്ന് പറയുമ്പോൾ തന്നെ സിഗ്മണ്ട് ഫ്രൂയിഡും അതിന്റെ ഒപ്പം തന്നെ ആരും വരണം? അൺകോൺഷ്യസ് മൈൻഡും വരണം അല്ലെ? അതൊരു ലൂപ്പാണ്, അതൊരു ഇങ്ങനെ എന്താണ് ഒരു കണക്ഷനാണത് തമ്മിൽ. ഓക്കെ, അതായത് സിഗ്മണ്ട് ഫ്രൂയിഡ് വരണം, അതിന്റെ ഒപ്പം തന്നെ അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞു. നമ്മൾ അൺകോൺഷ്യസ് മൈൻഡിനെ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് അനലൈസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി ആരാണ്? നമ്മുടെ സിഗ്മണ്ട് ഫ്രൂയിഡ് ആണ്. അതിന്റെ പല കാരണങ്ങൾ അല്ലെ. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഏതൊക്കെ മൈൻഡ് സ്റ്റേറ്റുകൾ ഉണ്ട്? കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അൺകോൺഷ്യസ് മൈൻഡ് ഉണ്ട്. ഇതിലുള്ള അൺകോൺഷ്യസ് മൈൻഡിനെ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ് എന്ത്? സൈക്കോ അനലൈസിസ് എന്ന് പറയുന്നത്. സൈക്കോ ഡൈനാമിക് അപ്രോച്ചുകളൊക്കെ പിന്നീട് ഇതിൽ ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ള നമ്മുടെ സിഗ്മണ്ട് ഫ്രൂയിഡിന്റെ തന്നെ തിയറീസ് ആണ്. അപ്പോൾ ഈ സൈക്കോ അനലൈസിസ് എന്ന് പറയുന്നത് അൺകോൺഷ്യസിനെ ഫോക്കസ് ചെയ്യും. വീണ്ടും വീണ്ടും പറയുന്നത് എന്താ വെച്ചാൽ അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അൺകോൺഷ്യസ് മൈൻഡിനെയാണ് സൈക്കോ അനലൈസിസ് ഫോക്കസ് ചെയ്യുന്നത്. എന്തിനാണ് ഈ അൺകോൺഷ്യസ് മൈൻഡിനെ ഫോക്കസ് ചെയ്തത് സിഗ്മണ്ട് ഫ്രൂയിഡ്? ഇപ്പൊ കോൺഷ്യസ് മൈൻഡ് അവിടെ ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അപ്പൊ ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്തായിരിക്കും? നമ്മളിപ്പോ ജനിച്ച് നമ്മളിങ്ങനെ ജീവിച്ചു വരുന്ന കുറേ കാര്യങ്ങളുണ്ടല്ലോ, ഓരോ എപ്പിസോഡുകളായിട്ട് നമുക്ക് പറയാം. അപ്പൊ നമ്മളൊരു കുട്ടിയായി വളർന്ന് നമ്മളൊരു ടീനേജിലേക്ക് വന്ന് അഡൾട്ടായി, മിഡിൽ അഡൾട്ടായി, ലേറ്റ് അഡൾട്ടായി നമ്മൾ മരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ജീവിത കാലഘട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ കുട്ടിക്കാലത്ത് അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഉണ്ടാകുന്ന ട്രോമാറ്റിക് എക്സ്പീരിയൻസുകൾ അല്ലെ? ട്രോമ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഒട്ടും നമ്മളെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് പിടിച്ച് കുലുക്കുന്ന ഒരു എക്സ്പീരിയൻസ് ആണ്. അതിപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അബ്യൂസ് ചൈൽഡ്ഹുഡിൽ നേരിടുന്നതായിരിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ട്രോമകൾ നമുക്ക് ഉണ്ടായിരിക്കും അല്ലെ? അപ്പൊ ഈ ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ഉണ്ടായി, നമ്മൾ അത് കഴിഞ്ഞു, പിന്നെ നമ്മളിങ്ങനെ അത് മറന്നു പോകും അല്ലെ? പക്ഷെ നമ്മൾ ശരിക്കും ഈ സംഭവങ്ങളൊക്കെ മറക്കുന്നുണ്ടോ? എവിടെ മറക്കുന്നില്ലേ? നമുക്ക് ഇന്ന് നമ്മളോട് അത് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു സംഭവം ഇന്ന് നടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകും ആ ചൈൽഡ്ഹുഡിലേക്ക് അല്ലേ? അന്നിക്ക് അത് നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം ഡിപ്രഷനും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അത് എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ മനസ്സിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുന്നില്ല. അത് എവിടേക്കാണ് നമ്മൾ കൊണ്ടെത്തിക്കുന്നത്? നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലേക്കാണ്. കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള ഒരു ഇൻഫർമേഷനെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും, സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് അത് നേരെ അൺകോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു. സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അതൊരു വർക്കിംഗ് ആയിട്ടുള്ള, നമ്മളിപ്പോ ഒരു സബ് കോൺഷ്യസിൽ തന്നെ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് നമുക്ക് വേണമെങ്കിൽ അൺകോൺഷ്യസിലേക്കും പോവാം, വേണമെങ്കിൽ കോൺഷ്യസിലേക്കും പോവാം. ഇതിങ്ങനെ സ്വിച്ചിങ് ആണ്. അതായത് എപ്പോഴും നമുക്കൊരു മനുഷ്യന് കോൺഷ്യസ് ആയിട്ട് ഇരിക്കാൻ പറ്റില്ല. അതൊരു സത്യാവസ്ഥയാണ്. അതായത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എപ്പോഴും ഇരിക്കുക ഒരു എക്സാം എഴുതുന്ന സമയത്ത്, അപ്പോഴും കോൺഷ്യസ് അല്ല എന്നൊക്കെ ചില ആളുകൾ പറയും. നമ്മൾ ചിലപ്പോൾ പുറത്തേക്കൊക്കെ നോക്കിയിരിക്കാറുണ്ട്, കാക്ക പറന്നുണ്ടോ, വേറെ ടീച്ചർ വരുന്നുണ്ടോ, മറ്റുള്ളവരൊക്കെ എഴുതുന്നുണ്ടോ, അതൊക്കെ അപ്പോഴും നമ്മൾ ചില ആളുകളൊന്നും കോൺഷ്യസ് ആയിരിക്കില്ല. എന്നാൽ ചില സമയത്ത് ഒരു മാത്സ് പ്രോബ്ലം ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ആളുകളൊക്കെ ആ ഒരു കോൺഷ്യസ് മൈൻഡോട് കൂടി അത് ഇരുന്ന് ചെയ്യുന്നുണ്ടാവും അല്ലെ? ഓക്കെ, അങ്ങനെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നത്. അല്ലാത്ത സമയത്തൊക്കെ നമ്മൾ എവിടെയാണ്? സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഉണ്ടാവുക. അപ്പൊ ഈ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോൺഷ്യസ് മൈൻഡിലേക്കും അൺകോൺഷ്യസ് മൈൻഡിലേക്കും സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് നമ്മൾ ഇൻഫർമേഷൻസ് എങ്ങോട്ട് പാസ് ചെയ്യുന്നുണ്ട്? അൺകോൺഷ്യസ് മൈൻഡിലേക്ക് പാസ് ചെയ്തു. അപ്പൊ ഈ അൺകോൺഷ്യസ് മൈൻഡിൽ ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ഇൻഫർമേഷൻസ് ഒക്കെ. അതായത് ഈ ചൈൽഡ്ഹുഡ് ട്രോമാറ്റിക് മെമ്മറീസും കാര്യങ്ങളും, അതുപോലെ തന്നെ അബ്യൂസ് ഒക്കെ നേരിട്ടുണ്ടായത് എന്ത് നെഗറ്റീവ് സാധനങ്ങളും നമ്മൾ ഇങ്ങനെ ഇടുന്നത് എവിടെയാണ്? ഈ അൺകോൺഷ്യസ് മൈൻഡിലാണ്. ഇതൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ പ്രസന്റ് ലൈഫിലേക്ക് എടുക്കുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓക്കെ, ആ ഒരു സമയം എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലായിരിക്കും ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരിക. അപ്പൊ ഈ സൈക്കോ അനലൈസിസിൽ നമ്മൾ വീണ്ടും നമ്മുടെ പോയിന്റിലേക്ക് വരികയാണ്. സിഗ്മണ്ട് ഫ്രൂയിഡ് കോൺഷ്യസ് മൈൻഡിനെ എടുത്തു പറയാനുള്ള കാരണം, അൺകോൺഷ്യസ് മൈൻഡിനെ എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന ഈ നെഗറ്റീവ് എക്സ്പീരിയൻസസ് ആണ് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ബിഹേവിയറൽ ഡിസ്റ്റർബൻസസ് ഒക്കെ നമുക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് സിഗ്മണ്ട് ഫ്രൂയിഡ് പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു കാര്യം. പക്ഷെ ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റിന് അധികം ഒരു ഇപ്പോഴും നമ്മൾ
പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഈ ഒരു കാര്യം. പക്ഷെ എന്താണ്, ഒരു എംപിരിക് നമുക്കിപ്പോൾ കാണിച്ചു കൊടുക്കാൻ തെളിവുകളില്ല. അതായത് ഇതിപ്പോ അൺകോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നു എന്നല്ലാതെ ഇതിപ്പോ എന്തെങ്കിലും ഒരു രൂപമായിട്ട് നമ്മുടെ മനസ്സിലുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടായിട്ട് നമുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റൂ എന്നുള്ളത് ആളുകൾ കുറേ ചോദിച്ചു. കുറേ ക്രിറ്റിസിസം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു തിയറിക്ക് കേട്ടോ. അപ്പോൾ എന്ത് തോട്ടാണ് ഇപ്പൊ സൈക്കോളജിയിൽ ഇതിന്റെ കുറേ, ഇപ്പൊ നമ്മളിപ്പോ ഈ സ്ട്രക്ചറലിസ്റ്റ് ആണെങ്കിലും ഫംഗ്ഷനലിസ്റ്റ് ആണെങ്കിലും ഗസ്റ്റാൾട്ട് ആണെങ്കിലും ഇതിനൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത്. കാരണം ഈ ഒരു സിംഗിൾ കാര്യം കൊണ്ട് മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ബിഹേവിയറിനെ പഠിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ഈ കോൺസെപ്റ്റുകളെല്ലാം തന്നെ എന്താണ് റിജക്റ്റഡ് ആയിട്ട് പോയിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ചില എലമെന്റ്സ് ഒക്കെ നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. നമുക്ക് പാടെ ഒഴിവാക്കാനും പറ്റില്ല, എന്നാൽ മുഴുവനായിട്ട് എടുക്കാനും പറ്റില്ല. അതാണ് ഈ സ്കൂൾ ഓഫ് തോട്ടുകളുടെ ഒക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. പക്ഷെ എല്ലാത്തിൻ്റെയും കുറച്ച് സാധനങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഇന്നും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് വന്നപ്പോഴാണ് അടുത്ത ഒന്നിനത് എന്താണ് കാരണമായത് അല്ലേ. ഇപ്പൊ സ്ട്രക്ചറലിസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫംഗ്ഷനലിസം വരില്ല, ഫംഗ്ഷനലിസം വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗസ്റ്റാൾട്ട് വരില്ല, ഗസ്റ്റാൾട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സൈക്കോഅനാലിസിസ് വരില്ല. അങ്ങനെ എന്താണ്, ഇതിനൊക്കെ ഓരോരോ കാരണങ്ങളുണ്ട്, ഒന്ന് മറ്റൊന്നിന് കാരണമായി എന്നുള്ളതാണ്. അങ്ങനെ തന്നെയാണ് പല കാര്യം, വലിയ കാര്യങ്ങളൊക്കെ എന്താണ് ഡെവലപ്പ് ആയിട്ട് വരുന്നത്. അപ്പൊ അതേപോലെ നമ്മുടെ സൈക്കോളജിയിലും കുറേ തോട്ടുകൾ വന്നതിന് ശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു ലെവലിലേക്ക് നമ്മൾ മാറിയത്. ഓക്കെ, അപ്പോൾ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന കാര്യം നോട്ട് ചെയ്ത് പഠിക്കുക. പിന്നെ വരുന്നത് അതിന്റെ മെത്തഡോളജിക്കൽ അപ്രോച്ചാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ 4ാമത്തെ യൂണിറ്റിലേക്ക് പോവാം. യൂണിറ്റ് 4 മോഡേൺ സ്കൂൾസ് ഓഫ് സൈക്കോളജി. അപ്പോൾ നമ്മുടെ ഇയർലി ടൈമിൽ അല്ലെങ്കിൽ സൈക്കോളജിയുടെ ഒരു തുടക്ക കാലഘട്ടത്തിൽ വന്നിട്ടുള്ള സ്കൂൾ ഓഫ് തോട്ടുകൾ നമ്മൾ കവർ ചെയ്തു. സ്ട്രക്ചറലിസം, ഫംഗ്ഷനലിസം, ഗസ്റ്റാൾട്ട്, സൈക്കോ അനാലിസിസ്. ഈ 4 മറക്കരുത് കേട്ടോ, കാരണം ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരിക. വാട്ട് ഈസ് ഗസ്റ്റാൾട്ട് അപ്രോച്ച്, ഗസ്റ്റാൾട്ട് സൈക്കോളജി, ഗസ്റ്റാൾട്ട് സ്കൂൾ ഓഫ് തോട്ട് എന്നായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ സൈക്കോ അനാലിസിസ് എന്താണെന്നായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ സ്ട്രക്ചറലിസം എന്താണെന്നായിരിക്കും ചോദിക്കുക, ചിലപ്പോൾ ഫംഗ്ഷനലിസം എന്താണെന്നായിരിക്കും ചോദിക്കുക. ഇതൊക്കെ എന്താണ് ഒരു 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ നമുക്ക് എഴുതാനുള്ള ആൻസർ ഉണ്ട്. അപ്പൊ ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെ പോവാം.